ഹേ ഇറ്റ്സ് മീ അൻഷി. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫാമിലി ആയിട്ട് പുറത്ത് പോയിട്ട് ഫുഡ് അടിക്കണം കേട്ടോ. 2 ഡേയ്സ് ലീവ് കിട്ടിയപ്പോൾ ഞാൻ എന്തായിട്ട് നാട്ടിലോട്ട് പോകുന്നതാണ്. നമുക്ക് പിന്നെ ലീവ് കിട്ടിയ വേഗം വീട്ടിലെത്താന്നുള്ള മൈൻഡ് സെറ്റാണല്ലോ. ഒരു ദിവസം മൊത്തം ഉറങ്ങി തീർത്ത് അപ്പോൾ രാത്രി ഫുഡ് അടിക്കാൻ വെച്ചിട്ട് ഉപ്പച്ചി വർക്ക് കഴിഞ്ഞ് വന്നപ്പോൾ ഉപ്പാൻ്റെ കൈയും കാലും പിടിച്ച് വരി പോവാ. കാരണം നമുക്ക് ഉപ്പച്ചിൻ്റെ പോക്കറ്റിലുള്ള ക്യാഷ് കന്ന് കാലി കിട്ടില്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ ഫുഡ് കഴിച്ചിട്ടേ തീർക്കാൻ പറ്റില്ല. എൻ്റെ ഡാഡി റിച്ചാണ് ചെയ്യണോ. അപ്പോൾ എന്താണ് ഇപ്പാൻ്റെ വണ്ടി ജസ്റ്റ് പെട്രോൾ ഇല്ലാതെ സ്റ്റോപ്പായപ്പോൾ സ്കൂട്ടി എടുത്തിട്ട് പോയതാണ്. ഞാൻ പിന്നെ ഒരു പ്രോ ഡ്രൈവർ ആയതുകൊണ്ട് എന്നെ വിളിക്കുള്ളൂ എൻ്റെ ഡാഡി. അതിന് എണ്ണൊക്കെ അടിച്ച് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും കെട്ടിപ്പറക്കിയിട്ട് വണ്ടിയിലൊന്ന് തട്ടി നമ്മൾ പോവുകയാണ്. അവിടെ അടുത്തുള്ള ഒരു ഷോപ്പിലോട്ട് തന്നെ കേട്ടോ. ബ്രോസ്റ്റാണ് പ്ലാന്, ബ്രോസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. ലൈറ്റായിട്ട് പറഞ്ഞാൽ ഞാൻ 2 ബ്രോസ്റ്റാണ് കഴിച്ചത്. നിങ്ങൾ അറിയണം, ഈ പോകുമ്പോൾ എൻ്റെ ഉഷാറൊന്നും വരുമ്പോൾ നിങ്ങളെൻ്റെ ഫേസിൽ കാണൂല. കാരണം മുഴുങ്ങിയ എന്താ പറയുക, പാമ്പിൻ്റെ പോലെ സംതിങ് അങ്ങനെ എന്തോ ആണ് തോന്നുന്നത്. ശരിയാണെന്ന് എനിക്കറിയില്ല. ആ ഒരു അവസ്ഥയായിരുന്നു എൻ്റെത്. പിന്നെ ആ ടൈമിൽ തന്നെ എൻ്റെ മമ്മിയുടെ ഒരു ക്യൂട്ട്നെസ്സും, എൻ്റെ ഡാഡിയാണ്, എൻ്റെ പൂക്കിയ ഡാഡിയാണിത്. ക്യൂട്ട്നെസ് ഉണ്ടാകാൻ പറഞ്ഞാൽ ഭാര്യ കുരുളും. അപ്പോൾ ഇപ്പോൾ മനസ്സിലായാലും എനിക്ക് ഈ ക്യൂട്ട്നെസ് എവിടെ നിന്നാണ് കിട്ടിയെന്നുള്ളത് എൻ്റെ ഡാഡീൻ്റെ അടുത്ത് നിന്നാണ്. അപ്പോൾ വെയിറ്റ് ചെയ്ത് നിന്നപ്പോൾ തന്നെ നമ്മൾ ഫുഡ് വന്നു. ഞാൻ വലിയ 2 കഷ്ണം നോക്കിയിട്ടാട്ടോ എടുത്തത്. എനിക്ക് പിന്നെ കുറച്ച് ആക്രാന്തം കൂടുതലായതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ. പക്ഷെ ഒന്നേ ഇറങ്ങിയിട്ടുള്ളൂ. ഇനി ഒന്ന് എന്തിനെടുത്തെന്ന് എനിക്കറിയില്ല. പക്ഷേ എടുത്ത സ്ഥിതിക്ക് തിന്ന് തീർക്കണമല്ലോ. അപ്പോൾ നിങ്ങളെൻ്റെ ലാസ്റ്റ് കാണും, പോയ ഉഷാറൊന്നും എൻ്റെ ഫേസിലുണ്ടാവില്ല. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.